തആല അൻഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു, ജൗഫർ എന്ന് പറയുന്ന സ്വഹാബിയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയോട് പറയുന്നു, പെണ്ണേ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി, അല്ലാഹുവിന്റെ റസൂൽ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി, ഞാനാണ് യുദ്ധം നയിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് യുദ്ധത്തിന്റെ അമീറാക്കിയതിന്റെ സന്തോഷം കൊണ്ടാണ് മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു തുള്ളിച്ചാടി വീട്ടിലേക്ക് കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയോട് പറയുന്നു, എല്ലാം റെഡിയാക്കാറ്, പിറ്റേ ദിവസം യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തയ്യാറാവുകയാണ്. പിറ്റേ ദിവസം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാ. തന്റെ പ്രിയപ്പെട്ടവളോട് സലാം പറയുകയാ. തന്റെ പൊന്നാര മക്കള് 3 ആൺകുട്ടികളാണ്. 3 പേരെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. പെങ്ങളെ, അസ്മാഇന്റെ കയ്യിൽ പിടിച്ചിട്ട് ജൗഫർ ഇങ്ങനെ പറയുന്നു, അസ്മാ ദുആ ചെയ്യണേ. എന്താണെന്നറിയോ? ജൗഫറിനറിയാ തിരിച്ചു വരില്ലെന്ന്. യുദ്ധത്തിന്റെ പ്രത്യേകത എന്താ? ജൗഫർ തങ്ങൾക്കറിയാ തിരിച്ചു വരൂല്ലെന്ന്. കാരണം നബി തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീ വേണം ഇസ്ലാമിന്റെ കൊടി പിടിക്കാൻ, യുദ്ധത്തിന് നേതാവ് നീയാണ്, നിനക്കെന്തെങ്കിലും പറ്റിയാൽ. രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീ പിടിക്കണം, നിനക്കെന്തെങ്കിലും പറ്റിയാൽ. മൂന്നാമത് പറഞ്ഞു, ജൗഫറേ, നീ പിടിക്കണം, നിനക്കെന്തെങ്കിലും